الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ, നമ്മുടെ സൃഷ്ടാവായ നാഥനായ രക്ഷിതാവായ തമ്പുരാനെ സൂക്ഷിച്ചും ഭയപ്പെട്ടും അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സന്ദർഭങ്ങളിലും പാലിച്ചും പുലർത്തിയും സൂക്ഷ്മതയോടെ, ശ്രദ്ധയോടെ, തഖ്വയോടെ ജീവിക്കുവാൻ ശ്രദ്ധിക്കണം, പരമാവധി പരിശ്രമിക്കണം എന്ന കാര്യം ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളായി മുത്തഖീങ്ങളായി ജീവിക്കാൻ, ഈമാനോടുകൂടി മരിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും തുണക്കട്ടെ. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിന്റെ തുടർച്ച തന്നെയാണ് വിവാഹം, കുടുംബം, ജീവിതം തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ചൊക്കെയാണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. ഒരു ഇസ്ലാമിക കുടുംബം സംതൃപ്തിയുള്ള, സമാധാനമുള്ള ഒരു ദീനി കുടുംബം എന്ന നമ്മുടെ ആഗ്രഹത്തെ സംബന്ധിച്ചും നമ്മുടെ സങ്കല്പത്തെ സംബന്ധിച്ചുമൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഭാര്യാഭർത്താക്കന്മാർ ഒരു കുടുംബത്തിൽ സമാധാനം നിലനിൽക്കാൻ ഏറ്റവും ആവശ്യമായ കാര്യങ്ങൾ, ദമ്പതികൾ സാമാന്യമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെയാണ് ഒന്ന് രണ്ട് കുത്തുബകളിൽ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. ഇനി കുടുംബത്തിന്റെ തന്നെ മറ്റു ചില ഭാഗങ്ങളുണ്ട്. അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. അതിലൊന്ന് മക്കളാണ്. നമ്മുടെ കുടുംബത്തിൽ മക്കളെക്കുറിച്ച് നമ്മൾ ധാരാളം പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മക്കളെക്കുറിച്ച് നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവുകയില്ല. മക്കളുടെ കാര്യത്തിൽ മാതാപിതാക്കൾക്കുള്ള കടമകൾ, കടപ്പാടുകൾ ഒരു ഭാഗത്ത്, മക്കളെക്കുറിച്ചുള്ള മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ, പ്രതീക്ഷകൾ അതിന്റെ കൂടെ മറ്റൊരു ഭാഗത്ത്. ഇതൊക്കെ അങ്ങനെ നിൽക്കെ ഇതിനൊക്കെ വിരുദ്ധമായ രൂപത്തിൽ ഒരുപക്ഷെ മക്കൾ സഞ്ചരിക്കുകയും മക്കൾ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും വേറൊരു ഭാഗത്ത്. ഇതൊക്കെ സമൂഹത്തിലെ യാഥാർത്ഥ്യങ്ങളാണ്. അപ്പൊ നമ്മുടെ മക്കളെക്കുറിച്ചുള്ള നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ പ്രതീക്ഷകളും എന്താണെന്ന് വെച്ചാൽ, സാമാന്യമായി പറഞ്ഞ 2-3 കാര്യങ്ങൾ നമുക്ക് മക്കളെക്കുറിച്ച് ആഗ്രഹമുണ്ട്. എന്താണ്? ഒന്ന്, എന്റെ മോൻ നല്ല അവസ്ഥയിലെത്തണം. എന്റെ മോൻ നല്ലൊരവസ്ഥയിലെത്തണം ദുനിയാവിൽ. അവനൊരു നല്ല ജോലി, നല്ലൊരു ജീവിതമാർഗം, വരുമാനം, നല്ലൊരു ദുനിയാവിൽ നല്ലൊരവസ്ഥ. ഇത് ആഗ്രഹിക്കാത്ത ഏതെങ്കിലും ഒരു രക്ഷിതാവുണ്ടോ? ഒരു ഉമ്മയോ ഒരു വാപ്പയോ ഉണ്ടാവും? എന്റെ മോൻ എന്തോ ആയിക്കോട്ടെ,
അവൻ കഷ്ടപ്പെട്ട് ജീവിച്ചോട്ടെ, അല്ലെങ്കിൽ അവൻ ഇവിടുത്തെ എല്ലാ തൊഴിലിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയില്ല, എന്നാലും പാട്ടവർക്ക് ജീവിച്ചോട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരു രക്ഷിതാവ് ഉണ്ടാവില്ല. ഏതൊരു രക്ഷിതാവിന്റെ ആഗ്രഹം തന്റെ മകനും മകളും ഒക്കെ ഒരു നല്ല അവസ്ഥയിലെത്തും. അവർ ഭൂമിയിൽ കഷ്ടപ്പെടരുത്, മക്കൾ കഷ്ടപ്പെടരുത്. മറ്റൊരു ആഗ്രഹം എന്തായിരിക്കും എന്ന് വെച്ചാൽ മക്കളെ കുറിച്ച് എന്താ പറയാ, അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. മക്കള് നൽകുന്ന അവരെത്തിപ്പെടുന്ന അവസ്ഥയെക്കുറിച്ച് മാതാപിതാക്കൾക്ക് അഭിമാനം ഉണ്ടാകും. അത് പല രൂപത്തിലുണ്ട്. ഒന്ന് അവരുടെ സാമൂഹ്യാവസ്ഥ, അവർ നല്ലൊരു അവസ്ഥയിലെത്തിയിട്ട് അവർ നല്ല സാമൂഹ്യ പ്രവർത്തകരായിട്ട്, അല്ലെങ്കിൽ അവർ മറ്റു തരത്തിലുള്ള മേഖലകളിൽ തിളങ്ങുന്നവരായിട്ട്, അങ്ങനെയൊക്കെ അല്ലെ, നല്ല വിദ്യാഭ്യാസമുള്ളവരായിട്ട്, അല്ലെങ്കിൽ നല്ല പ്രശസ്തരായിട്ട്, അതൊക്കെ മക്കൾക്ക്, ആ കാര്യങ്ങളൊക്കെ മാതാപിതാക്കൾക്ക് വലിയ സന്തോഷം നൽകും. അതാണല്ലോ മക്കൾക്ക് കിട്ടുന്ന ഏതൊരു ചെറിയ പരിഗണനയും നമ്മളെ സന്തോഷിപ്പിക്കും. വീടുകളിലൊക്കെ നമ്മൾ കയറി ചെല്ലുമ്പോൾ മുന്നിൽ തന്നെ വെച്ചിട്ടുണ്ടാവുമല്ലോ ഈ കുട്ടികൾക്ക് കിട്ടിയ മെഡലും ഷീൽഡും മൊമെന്റേഴ്സും ഒക്കെ വെച്ചിട്ടുണ്ടാവും. എന്താ അത്? നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമുക്കുള്ള അഭിമാനബോധം എത്രയാണ് എന്നത് പ്രതിഫലിപ്പിക്കണം. അപ്പൊ മക്കളെ കുറിച്ച് അഭിമാനം കൊള്ളാൻ നമുക്ക് പറ്റണം. ഏത് രക്ഷിതാവും ആഗ്രഹിക്കും. പിന്നെ ഒരാഗ്രഹം എന്തായിരിക്കും വെച്ചാൽ ഈ മക്കള് ഭാവിയിൽ നമുക്ക് ഉപകാരപ്പെടണം. എപ്പോ? സ്വയം കഴിയാത്തൊരവസ്ഥയിൽ ക്ഷീണിച്ചു പോകുമ്പോ, ഒരവശതയുടെ, ഒന്നുകിൽ ശാരീരികമായ അവശത, പൈസയൊക്കെ ഉണ്ട് പക്ഷെ ഒന്ന് എഴുന്നേറ്റ് ഒരു കൈ പിടിക്കാൻ ഒരാളില്ല, അങ്ങനെ ഉണ്ടാവും. ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ, ഒന്ന് സഹായിക്കാൻ, ഒന്ന് പിടിക്കാൻ, അതിനൊന്നും ആളില്ല. അങ്ങനെ അല്ലെ, അങ്ങനെ ഒറ്റപ്പെട്ട മനുഷ്യരെ കണ്ടിട്ടുണ്ട്. അവർക്ക് പണമൊക്കെ ഉണ്ട്. വേറെ ചിലപ്പോ സാമ്പത്തികമായി ഞെരുക്കം, വലിയ അവസ്ഥയിലൊക്കെ ജീവിച്ച ആളാ, വലിയ ഒരുപാട് അതൊക്കെ മക്കൾക്ക്. പക്ഷെ ഇന്ന് അയാൾക്കൊരു ഗതിയിൽ, ഒരു കാലിച്ചായക്ക് വകയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പൊ ഇങ്ങനെയൊക്കെ മനുഷ്യരെത്തിപ്പെടും. ജീവിതത്തിൽ ഏതൊക്കെ വഴികളിലൂടെ സഞ്ചരിക്കേണ്ടി വരും എന്ന് അറിയില്ല. മനുഷ്യരുടെ അവസ്ഥ എന്താണ്, നമ്മുടെയൊക്കെ തന്നെ അവസ്ഥ നാളെ എന്തെന്ന് നമുക്കറിയില്ല. അങ്ങനെ പല വഴികളിലൂടെ, ജീവിത വഴികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ വളഞ്ഞു തിരിഞ്ഞു പല വഴിക്കൂടെ പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ വരികയാണെങ്കിൽ, എത്തുന്ന സന്ദർഭത്തിൽ മക്കള് ഒരു താങ്ങായിട്ട് മാറണം, ഒരു തണലായിട്ട് മാറണം, മക്കളെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം കിട്ടണം. ഇത് ആഗ്രഹിക്കാത്ത ഏതെങ്കിലും രക്ഷിതാവുണ്ടാവും? ഇല്ല. അപ്പൊ ഇതൊക്കെ പ്രതീക്ഷകളാണ്, ആഗ്രഹങ്ങളാണ്. മക്കൾ നല്ല അവസ്ഥയിലെത്തണമെന്നും, മക്കളെ കുറിച്ച് അഭിമാനം കൊള്ളുന്ന സാഹചര്യം ഉണ്ടാവണമെന്നും, മക്കൾ ഉപകാരപ്പെടണമെന്നൊക്കെ അല്ലെ. പക്ഷേ ഇതൊക്കെ അങ്ങനെയൊക്കെ തന്നെ ഉണ്ട്. കുറെ മക്കളുടെ കാര്യത്തിൽ കുറെ രക്ഷിതാക്കൾക്ക് ഈ കാര്യങ്ങളുണ്ട്. പക്ഷെ വേറെ ചിലത് ഇതിന്റെ നേരെ വിപരീതമുണ്ട്. മക്കളുടെ ദയനീയാവസ്ഥ കണ്ടിട്ട്, മക്കളുടെ ജീവിതത്തിന്റെ ദുരിതവും കഷ്ടപ്പാടും കണ്ട് വേദനിക്കുന്ന രക്ഷിതാക്കളുണ്ട്. അതുപോലെ തന്നെ മക്കളെ കൊണ്ട് അഭിമാനത്തിൽ എന്ന് പറഞ്ഞതിന് പകരം അപമാനത കൊണ്ട് തല താഴ്ത്തി നടക്കേണ്ടത്. ഇന്നയാളുടെ വാപ്പയാണ്, അയാൾ എന്റെ മോനാണ്, ഇയാളുടെ മകനാണെന്ന് അറിയുന്നത് പോലും നാണക്കേടായി തീരുന്ന വിധം രക്ഷിതാക്കൾക്ക് നാണക്കേടും കൊടുക്കുന്ന മക്കളുണ്ട്. അതുണ്ട്. പിന്നെ എന്തുണ്ട്? മക്കള് ഒരു ഉപകാരമില്ലാതെ എത്ര കേസുകളാണ്, എത്ര പരാതികളും പരിഭവങ്ങളും നമ്മളെപ്പോലത്തെ സാധാരണക്കാരറിയുന്നത്. നമ്മുടെ നാട്ടിലും നമ്മുടെ പരിസരത്തും നമ്മുടെ ചുറ്റുപാടും മക്കളുണ്ട്. പക്ഷെ ഒരു കാര്യം, അപ്പൊ ഒരു ഉപകാരം, ഒരു താങ്ങും, ഒരു അവലംബവും ഇല്ല. ഇങ്ങനെയുണ്ടാവും അല്ലെ. അപ്പൊ ആദ്യം പറഞ്ഞതാണ് ആഗ്രഹവും പ്രതീക്ഷ, പക്ഷെ ഫലത്തിൽ ഇങ്ങനെ അപ്പൊ ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളായിരിക്കെ നമ്മുടെ ആഗ്രഹങ്ങൾ, മക്കളെ കുറിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ പൂവണിയാനും നമ്മുടെ പ്രതീക്ഷകൾ സഫലമാകാനും നമ്മൾ എന്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു പരമാവധി ശ്രമം അതിന് നടത്തുക. അപ്പൊ മക്കളുടെ കാര്യത്തിൽ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. നമ്മളിത് പല രൂപത്തിൽ പലപ്പോഴും പറഞ്ഞ കാര്യം, അതുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. കുട്ടികളുടെ കാര്യത്തിൽ രക്ഷിതാക്കൾ അവരുടെ ആഗ്രഹങ്ങൾക്കും പ്രതീക്ഷകൾക്കും അനുസരിച്ച് മക്കൾ വളർന്ന് ഉയർന്നു വരണമെങ്കിൽ അവരുടേതായ ഒരു പങ്ക് അതിൽ കൃത്യമായി നിർവഹിക്കണം എന്ന് വളരെ വ്യക്തമാണ്. അപ്പൊ അതിന് എവിടുന്നാണ് നമ്മൾ അതിലേക്ക്, അത് പങ്ക് എന്താണ്, അത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും എന്നൊക്കെ നമ്മൾ ചിന്തിച്ചാൽ സാമാന്യമായിട്ട് നമുക്കൊക്കെ അറിയാം. ഇനി ഞാൻ എപ്പോഴും പറയുന്നത്, നമുക്ക് ഖുർആനിലും സുന്നത്തിലും നോക്കിയാൽ തന്നെ മാത്രം നമ്മുടെ മക്കളെ കുറിച്ച് നമ്മുടെ ആഗ്രഹവും പ്രതീക്ഷയും പുലരാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവും.
അപ്പൊ ഞാൻ ഖുർആനിലും ഹദീസിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഇങ്ങനെ പരിശോധിച്ചിട്ട് എനിക്ക് കിട്ടിയ ഒരു 4-5 പോയിന്റുകൾ ഞാൻ വാക്കുകളിൽ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ വേറെ ഒന്നും വായിച്ചിട്ടില്ല. ഖുർആനിൽ ഞാൻ ഇങ്ങനെ പരിശോധിച്ചിട്ട്, അത് സംബന്ധമായ ഹദീസുകളിൽ ഞാൻ ഇങ്ങനെ പരിശോധിച്ചിട്ട്, അത് രണ്ടിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞ അവരുടേതായ ചില അഭിപ്രായങ്ങൾ ഞാൻ പരിശോധിച്ചിട്ട് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 5 കാര്യങ്ങൾ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ആഗ്രഹം പൂർത്തീകരിക്കപ്പെടാനും നമ്മുടെ പ്രതീക്ഷകൾ സഫലമാകാനും സാധ്യതയുണ്ട്. അതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കാര്യങ്ങളുണ്ട് കേട്ടോ, പക്ഷെ ഞാൻ പ്രധാനമായിട്ട് പറയാം. 1, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, അഹിബ്ബുസ് സുബിയാന വർഹമൂഹും. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ സ്നേഹിക്കണം, അവരോട് കാരുണ്യം കാണിക്കണം. കുട്ടികളെ സ്നേഹിക്കണം, അവരോട് കാരുണ്യം കാണിക്കണം. അപ്പൊ കുട്ടികളെ സ്നേഹിക്കണം എന്ന് ആര് പറഞ്ഞ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാട്ടോ. വൈദാ വഅതുമൂഹും ഷൈഅൻ ഫഫൂലഹും ഫഇന്നഹും ലാ യദറൂന ഇല്ല അന്നകും തർസുഖൂനഹും. ഹദീസാണ്, അങ്ങനെയാണ്. അപ്പൊ അതിന്റെ ആദ്യ ഭാഗമാണ് അഹിബ്ബുസ് സുബിയാന വർഹമൂഹും. കുട്ടികളെ നിങ്ങൾ സ്നേഹിക്കണം. ഇപ്പൊ കുട്ടികളെ സ്നേഹിക്കണം എന്ന് പറയണോ? കുട്ടികളൊക്കെ നമ്മൾ കുട്ടിയുണ്ടായാൽ തന്നെ നമുക്ക് സ്നേഹമായില്ല, പിന്നെന്താ? അത് ശരിയാ, കുട്ടികളെ നമ്മൾ സ്നേഹിക്കും. പക്ഷെ ആ സ്നേഹം എന്ന് പറയുന്നത് അത് ഒരു കുട്ടിയുടെ മനസ്സിൽ, ഒരു കുട്ടിക്ക് തിരിച്ചറിവ് വന്നതിന് ശേഷം തന്റെ മാതാപിതാക്കളോടുള്ള അങ്ങേയറ്റത്തെ പ്രതിബദ്ധത, അവരോടുള്ള കടപ്പാട് തന്റെ മനസ്സിൽ രൂപപ്പെടുമാറ് ആ ഒരു സന്ദർഭത്തിലും സാഹചര്യത്തിലും സ്നേഹം കൊടുക്കണം നമുക്ക് പറ്റണം എന്നതാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായിട്ടില്ലെങ്കിൽ, ചെറിയ കുട്ടികളാവുമ്പോൾ നമ്മൾ സ്നേഹിക്കും. ഒരു 6 മാസം, 1 വയസ്സ്, 2 വയസ്സ്, 3 ഒക്കെ ആവുമ്പോൾ നമ്മൾ കുട്ടികളെ സ്നേഹിച്ച് വാരി എടുത്ത് ഉമ്മ വെച്ച് മാതാവും പിതാവും ഒക്കെ അല്ലെ. കുട്ടി കുറച്ചങ്ങോട്ട് വലുതായി കഴിയുമ്പോഴേക്ക് നമുക്ക് നമ്മൾ പിന്നെന്താകുന്നു, നമ്മൾ ഇങ്ങനെ കുറച്ച് പിതാക്കള് ഇങ്ങനെ കുറച്ച് അകലുന്നു, മാതാക്കള് പിന്നെ സ്നേഹിക്കാൻ നേരല്ല, പിന്നെ യുദ്ധമാണ് അവിടെ നടക്കണം. പിന്നെ 4, 5, 6, 7 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ സ്നേഹമല്ല, പിന്നെ അവിടെ നടക്കുന്നത് എന്താണ്? പിന്നെ അവിടെ നടക്കുന്നത് വേറെ പല സംഗതികളും. മനസ്സിലൊക്കെ ഉണ്ടാവും സ്നേഹം. പക്ഷെ ഈ ഒരു കുട്ടിക്ക് ഈ 4 വയസ്സ് വരെ, 3 അല്ലെങ്കിൽ 4 വയസ്സൊക്കെ ഏതാണ്ട് ഒരു പ്രായം, അതുവരെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ കുട്ടിക്ക് കൊടുത്ത സ്നേഹമൊന്നും കുട്ടിക്ക് ഓർമ്മ ഉണ്ടാവില്ല, ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. ഉമ്മാര് പറയും, ഞാൻ എങ്ങനെ ഗർഭം ധരിച്ചിട്ട് 9 മാസം ഞാൻ കാല് പൊക്കി കിടന്നിട്ടാ, എന്നിട്ട് പ്രസവിച്ചതാ, എന്നിട്ട് ഞാൻ വളർത്തിയതാ, അങ്ങനെ വളർത്തിയതാ, ഞാൻ അങ്ങനെ നോക്കിയതാ, അങ്ങനെ ഉമ്മയും ബാപ്പിയൊക്കെ പറയും. ഇങ്ങനെ നിങ്ങൾ കാല് പൊക്കി കിടന്നൊന്നും ഈ കുട്ടിക്ക് ഓർമ്മയില്ല. ഈ കുട്ടി നിങ്ങളെ ഓർക്കുന്നത്, നിങ്ങളെക്കുറിച്ച് കുട്ടിക്ക് നല്ലത് അവന്റെ മനസ്സിൽ തങ്ങിക്കുന്ന അവന് ഓർമ്മ വെച്ച കാലം മുതൽ. ആ കാലാകുമ്പോഴേക്ക് നമ്മൾ ഈ പറഞ്ഞതൊക്കെ വിട്ട് പിന്നെ പരസ്പരമുള്ള ഈ ഘട്ടത്തിലേക്ക് എത്തണം. അത് അരുതെന്നാണ് പറയുന്നത് മനഃശാസ്ത്ര വിദഗ്ധർ പറയുന്നതും മറ്റുള്ളവർ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, സ്നേഹം കൊടുക്കണം, സ്നേഹം കൊടുക്കണം, എപ്പോഴും സ്നേഹിക്കുക. അപ്പൊ സ്നേഹം ഇങ്ങനെ കൊടുത്തിട്ട്, കാരുണ്യം കൊടുത്തിട്ട്, വർഹമൂഹും അല്ലേ, ക്രൂരമായ ശിക്ഷാവിധികളൊന്നും പാടില്ല. അത് ഈ കാരുണ്യത്തിന്റെ ഒരു ഭാഗമാണ്. ഞാനൊരു കുട്ടിനെ കണ്ട്, ഒരു എന്തോ മുഖത്ത് ഇങ്ങനെ ഒരു കീറി പോലെ ഒരു അടയാളമുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാനൊരു വിസിറ്റിന് പോയതാ ഒരു ക്ലാസ്സിൽ. അപ്പൊ ഇതെന്താന്ന് ചോദിച്ചു. ആ കുട്ടി ഉമ്മ മാന്തിയാണെന്ന്, ഉമ്മ മാന്തിക്കുന്നു. ഉമ്മ എന്തോ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ല, അത് ഉള്ളിൽ സ്നേഹമില്ലാത്തോണ്ടൊന്നല്ല. 1000 മുത്ത ഉമ്മ കൊടുത്ത ആ മുഖത്ത് തന്നെയാണ് ഉമ്മ ആ പിടുത്തം പിടിച്ചിരിക്കുന്നത്. ആ ദേഷ്യം വന്നപ്പോ കയ്യിൽ കിട്ടിയ എന്താ വെച്ചാൽ എടുത്ത് അടിക്കും, കത്തിയോണ്ട് എറിയും, ചെവിരി കൊണ്ട് എറിയും, മഴുകൊണ്ട് ഇതൊക്കെ ചെയ്യും അല്ലേ. അങ്ങനെ എന്താണ് അങ്ങനെ അത്. അപ്പൊ ഈ കുട്ടിയുടെ മുഖത്ത് ഈ വടു നിൽക്കുന്ന കാലത്തോളം ഒരുപക്ഷെ അത് മായാതെ അങ്ങനെ ഒരു അടയാളമായിട്ട് തന്നെ നിൽക്കും. എന്നും കുട്ടി കണ്ണാടിയിൽ നോക്കുമ്പോ കുട്ടിക്ക് ഉമ്മ കൊടുത്ത 1000 സ്നേഹമൊന്നുമല്ല, മുത്തൊന്നുമല്ല കുട്ടിയുടെ മനസ്സിലുണ്ടാവുക. ആ ഉമ്മ മുഖത്ത് വരുത്തിയ മറുകായിരിക്കും. നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കാരുണ്യം. കുഞ്ഞുങ്ങളെ അടിക്കുന്നിടത്ത്, പീഡിപ്പിക്കുന്നിടത്ത് അല്ലെ, തല്ലിക്കൊല്ല്, ഞാൻ എന്റെ മക്കളെ ഞാൻ തല്ലും കൊല്ലും, അങ്ങനെ ചില ഉമ്മാരൊക്കെ പറയും. ചോദിക്കാൻ നിങ്ങൾ ആരാ, നീ ആരാ? എന്റെ കുട്ടികളെ തല്ലാനും കൊല്ലാനും നമുക്ക് പാടില്ല. അങ്ങനെ തല്ലാനും കൊല്ലാനും ഉള്ളതല്ല. നിങ്ങൾക്ക് അവരെ സ്നേഹം കൊടുക്കുക, അവരോട് കാരുണ്യം നിങ്ങൾ കാണിക്കുക അല്ലെ. അപ്പൊ അത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. പിന്നെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു കാര്യം, അൽസിമു ഔലാദക്കും. ഹദീസിനെ കുറിച്ച് ചില അഭിപ്രായ വ്യത്യാസമുണ്ട്. അതായത് പക്ഷെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ആ ഹദീസിന്റെ സാരം
മറ്റു പല രൂപത്തിൽ വന്നിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ കുട്ടികളെ നിരന്തരമായിട്ട് ഫോളോ ചെയ്യണം. രണ്ടാമത്തെ കാര്യം. അപ്പൊ ആദ്യം അവരെ സ്നേഹം കൊടുത്തിട്ട്, നിങ്ങളുടെ മനസ്സിലുള്ള സ്നേഹം പ്രകടമായിട്ട് അവർക്ക് കൊടുത്തിട്ട്, അത് തങ്ങി നിൽക്കുന്ന കാലത്തും ഓർമ്മയിലും കൊടുത്തിട്ട് അവരോട് കാരുണ്യം കാണിച്ചിട്ട് നിൽക്കുക. അത് കുറെ പറയാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പോകാം. രണ്ടാമത്തെ സംഗതിയാണ് അവരോട് സഹവസിക്കണം. നമ്മുടെ കുട്ടികളെ നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നത് കുറവാണ്. രാവിലെ എണീറ്റ് 6 മണി 7 മണിക്ക് കുട്ടി പോകുമ്പോൾ വൈകുന്നേരം വരെ അല്ലെ, രാവിലെ ട്യൂഷൻ ഉണ്ടാവും, മദ്രസ ഉണ്ടാവും, കഴിഞ്ഞു പിന്നെ ട്യൂഷൻ ഉണ്ടാവും, രാത്രി പകൽ സമയത്ത് നമ്മൾ കാണുന്നതേ നമ്മുടെ മക്കളെ കുറവാണ്. അവരോട് അടുത്തിരിക്കാൻ. ഇപ്പോഴത്തെ കാലത്തുള്ള പ്രശ്നം എന്താണെന്നറിയോ? നമ്മുടെ കയ്യിലുണ്ട് ഈ സാധനം. ഏത് സാധനം? ഈ മൊബൈൽ. ഈ മൊബൈലിൽ നമ്മൾ മറ്റൊരു പണികളിൽ ഒരുപാട് തിരക്കുകൾ നമുക്കുണ്ട്, കൂട്ടത്തിൽ ഈ മൊബൈലും ഉണ്ട്. നമ്മുടെ കുട്ടികളോടൊത്തൊന്ന് ഇരുന്ന് വർത്താനം പറയാം. നമ്മളൊന്ന് ആലോചിച്ചു, നമ്മുടെ മക്കളെടുത്ത് ഒരു അരമണിക്കൂർ ദിവസം ഇരുന്നിട്ട് കൂട്ടം കൂടിയിരിക്കാൻ, ഒന്നിച്ചൊന്ന് ഭക്ഷണം കഴിക്കാൻ, ഒന്ന് കുശലം പറയാൻ, അല്ലെ, ഒന്നിച്ചൊന്ന് സഹവസിക്കാൻ നമുക്ക് പറ്റുമോ? ഈ കുഞ്ഞുങ്ങളോടുള്ള സഹവാസം എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് എന്താ വെച്ചാൽ ക്വാളിറ്റി ടൈം എന്നൊക്കെയാണ് അതിനെക്കുറിച്ച് ഏറ്റവും പുതിയ പഠനം. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മൂല്യവത്തായ സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ മക്കളോടൊത്ത് നിങ്ങൾ ചെലവഴിക്കുന്നത്. അത് അവരുടെ മനസ്സിലും അവരുടെ ജീവിതത്തിലും വലിയ ഫലങ്ങളും മാറ്റങ്ങളും ഉണ്ടാക്കുന്ന. അപ്പൊ നമുക്ക് സഹവസിക്കാൻ കഴിയണം. കുട്ടികൾക്ക് കുറച്ച് സമയം, എന്ത് തിരക്കാണെങ്കിലും നമ്മൾ കുറച്ച് സമയം നമ്മുടെ മക്കൾക്ക് കൊടുക്കണം. ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആഗ്രഹം വലുതാണ്, പ്രതീക്ഷയും വലുതാണ്. ഇതിനുവേണ്ടി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒന്നും ചെയ്യും. അപ്പൊ ഇതൊക്കെ കുറച്ച് ശ്രദ്ധിക്കണം. നമ്മുടെ മക്കളോടൊത്ത് കുറച്ചിരിക്കണം. വലിയ തിരക്കാ, ഭയങ്കര ഭയങ്കര ജോലി, ഭയങ്കര ബിസിനസ്, അങ്ങനെ അതൊക്കെ ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞു വരുമ്പോഴേ, തിരക്കൊക്കെ കഴിഞ്ഞു വരുമ്പോ പിന്നെ നമുക്ക് കൂടെ ഇരിക്കാൻ അന്വേഷിക്കാൻ ആരും ഉണ്ടാവില്ല. അപ്പൊ ഏത് തിരക്കിനിടയിലും നമ്മുടെ മക്കളോടൊത്തൊന്ന് സഹവസിക്കാൻ നമുക്ക് പറ്റണം. ഇതും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെ അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. അല്ലിമൂഹും അദ്ദിബൂഹും. അലി റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തില്ലേ, ഖു അൻഫുസക്കും വഅഹ്ലീക്കും നാറ എന്ന് പറഞ്ഞ ആയത്തിന്റെ വിശദീകരണത്തിൽ ഈ അലി റളിയല്ലാഹു അൻഹുവിന്റേതായ ഒരു വാചകം കൊടുക്കും തഫ്സീറുകൾ. എന്താ പറഞ്ഞിട്ടുള്ള അറിയോ? അദ്ദിബൂഹും വഅല്ലിമൂഹും. നിങ്ങൾ അവർക്ക് സംസ്കാരം പഠിപ്പിക്കണം, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം. വിദ്യാഭ്യാസവും സംസ്കാരവും അവരെ പഠിപ്പിക്കണം. അപ്പൊ നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, അദബും പഠിപ്പിക്കണം. അദബ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ അറബി സാഹിത്യത്തിൽ അദബ് എന്ന് പറയും, കോളേജുകളിലൊക്കെ ആ അദബല്ലേ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് അദബ് എന്ന് പറഞ്ഞാൽ മര്യാദ പഠിപ്പിക്കണം എന്നാ, സംസ്കാരം പഠിപ്പിക്കണം, ദീന് പഠിപ്പിക്കണം. അപ്പൊ നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, നല്ല സ്കൂളിൽ ചേർക്കണം, നമുക്ക് സാധ്യമായ സൗകര്യങ്ങളൊക്കെ കൊടുക്കണം. അല്ലേ? എന്താണ് അള്ളാഹുവിന്റെ റസൂലെ ഈ കുട്ടിയുടെ കാര്യത്തിൽ എന്റെ ബാധ്യത എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, യുഹ്സിൻ ഇസ്മഹു വ അദബഹു, യുഹ്സിൻ ഇസ്മഹു വ അദബഹു. അവന്റെ പേരും കാര്യങ്ങളൊക്കെ നന്നാക്കണം, അതുപോലെ തന്നെ അവന്റെ സംസ്കാരവും നന്നാക്കണം. അവന് നല്ല സംസ്കാരമുള്ള, അദബുള്ള, മര്യാദയുള്ള മോളായിട്ട് വളർത്തണം. അപ്പൊ അതിനുവേണ്ടി നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. അപ്പൊ ദീനി വിദ്യാഭ്യാസം കൂടി കൊടുക്കണം. മദ്രസയിൽ കുട്ടി പഠിക്കണം, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് പഠിപ്പിക്കണം. ദീൻ അറിയണം കുട്ടിക്ക്, ഖുർആൻ അറിയണം, ഹദീസ് അറിയണം, ഇസ്ലാമിക സംസ്കാരം എന്തെന്ന് കുട്ടി പഠിക്കണം. അതില്ലാതെ അതിനപ്പുറത്ത് നിങ്ങൾ അദബും സംസ്കാരവും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാൻ പാടില്ല. അപ്പൊ അത് നമ്മുടെ ഒരു ബാധ്യതയാണ്. മൂന്നാമത്തെ ഒരു കാര്യം ഞാൻ ഖുർആന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയത് പറഞ്ഞതാ. നാലാമത്തെ ഒരു കാര്യം എന്താണെന്നറിയോ? മക്കളുടെ കാര്യത്തിൽ നീതി പാലിക്കണമെന്നും തുല്യത പാലിക്കണമെന്നും. സാവു ബൈന ഔലാദിക്കും ഫിൽ അത്തിയ്യ, ഒരു ഹദീസ് ഇങ്ങനെയാണ്, സാവു ബൈന ഔലാദിക്കും ഫിൽ അത്തിയ്യ, നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ അവർക്ക് എന്തെങ്കിലും കൊടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ തുല്യത പാലിക്കണം. ഒരു സംഭവമുണ്ട്, ഒരാൾ വന്നിട്ട് സ്വഹാബി അദ്ദേഹത്തിന്റെ മോനെയും കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നബി, ഞാൻ എന്റെ ഈ മോന് കുറച്ച് ചില സംഗതികൾ എന്റെ സ്വത്തിൽ നിന്ന് കൊടുക്കാൻ പോവാ. അപ്പൊ അതിനൊരു സാക്ഷിയാവാൻ വേണ്ടി ഞാൻ അങ്ങേ കൂട്ടാൻ വേണ്ടി വന്നാണ്, അങ്ങ് സാക്ഷിയാവണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എല്ലാ മക്കൾക്കും ഇതുപോലെ കൊടുക്കുന്നുണ്ടോ? എന്നില്ല, എല്ലാ മക്കൾക്കും കൊടുക്കുന്നില്ല. എന്നാ പിന്നെ ഇത് കുറ്റമാണ്, ഈ കുറ്റത്തിന് ഞാൻ സാക്ഷിയാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മോനോട് അല്ലെങ്കിൽ ഒരു മോളോട് പ്രത്യേക സ്നേഹമുണ്ട്. ആ സ്നേഹത്തിന് പല കാരണങ്ങളുണ്ടാവാം, അതിനകത്ത് പല പ്രകൃതിയാണ്. 4 മക്കളും 4 സ്വഭാവമാണ്, ഒന്നും മറ്റൊന്നിനും നേരെ വിപരീത. അങ്ങനെയാവും. അപ്പൊ നമുക്ക് ഉപകാരപ്പെടും, നമ്മൾ സ്നേഹിക്കുന്നത് ഉപകാരം വീട്ടിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ ആണെങ്കിലും ശരി, അതൊക്കെ അങ്ങനെ വെച്ച് അങ്ങനെ തന്നെ കൈകാര്യം ചെയ്യുക എന്നതിനപ്പുറത്ത് മക്കളോട് അനീതി കാണിക്കാൻ പാടില്ല. മക്കളുടെ കാര്യത്തിൽ അനീതി കാണിക്കാൻ പാടില്ല. കുറേ സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ട്. അപ്പൊ ഇന്നയാൾക്ക് മൂത്ത മോൻ എത്ര കൊടുത്തു, അല്ലെങ്കിൽ ഇളയ മോൻ എത്ര കൊടുത്തു, അവൻ എത്ര കൊടുത്തു, ഇവനെ കൊടുത്തു, നമ്മൾ തന്നില്ല. പല കുടുംബങ്ങളിലുള്ള പ്രശ്നം മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള പ്രശ്നത്തിന്റെ വേര് കിടക്കുന്നത് അവിടെയാണ്. ഈ പരിഗണനയുടെ അവഗണനയുടെ ഒരു ഭാഗത്ത് അവഗണന,
അനീതി. ഒരു കുഞ്ഞ്, ഒരു മോൻ അല്ലെങ്കിൽ ഒരു മോൾ, ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകള് വിശ്വസിക്കുന്നത് എന്താണെന്നറിയോ? ലോകത്താര് എന്നോട് അനീതി ചെയ്താലും എന്റെ വാപ്പി ഉമ്മി എന്നോട് അനീതി ചെയ്യൂല എന്ന്. എന്റെ വാപ്പി ഉമ്മി എന്നോട് അനീതി കാണിക്കില്ല. പക്ഷെ കാണിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാവുകയാണ്. അതുകൊണ്ട് അള്ളാന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ എന്ത് കൊടുക്കാം, സ്നേഹം കൊടുക്കുകയാണെങ്കിലും, നിങ്ങൾ ഭക്ഷണം കൊടുക്കുകയാണെങ്കിലും, ജീവിത സൗകര്യങ്ങൾ കൊടുക്കുകയാണെങ്കിലും, മറ്റെന്ത് കൊടുക്കുകയാണെങ്കിലും അത് നിങ്ങളുടെ മക്കൾക്കിടയിൽ തുല്യമായിരിക്കണമെന്ന്. പ്രത്യേകിച്ച് പെൺകുട്ടികൾ അവഗണിച്ചൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മളെപ്പോഴും പറയാറില്ലേ, ഐക്യരാഷ്ട്രസഭയുടെ യൂണിസെഫിന്റെ ലോകാരോഗ്യ സംഘടനയുടെ കണക്കില് പോഷകാഹാരക്കുറവ് അനുഭവപ്പെടുന്ന കുട്ടികളിൽ പെൺകുട്ടികളാണ് കൂടുതൽ. ആൺകുട്ടികൾക്ക് കൂടുതൽ കൊടുക്കും, പെൺകുട്ടിക്ക് കൊടുക്കും. പല കാര്യങ്ങളും ഭക്ഷണവും ഇത് കൊടുക്കുകയാണെങ്കിൽ ഇത് ആൺകുട്ടി അങ്ങനെ കൊടുത്തിട്ട് അങ്ങനെ പെൺകുട്ടികൾ അവഗണിച്ച്. അല്ലാഹുവിന്റെ റസൂൽ ഈ ഹദീസിന്റെ ഭാഗത്ത് പറഞ്ഞതാ, ഫലൗ കുന്തു മുഫദ്ദിലൻ അഹദൻ ലഫദ്ദൽതു നിസാ. ഞാൻ ആർക്കെങ്കിലും പരിഗണന കൊടുക്കുകയാണെങ്കിൽ സ്ത്രീകൾക്കാണ് കൂടുതൽ പരിഗണന കൊടുക്കും ഞാൻ. പക്ഷെ വേണ്ട, നിങ്ങൾ തുല്യത പാലിച്ചാൽ മതി. സാവു ബൈന ഔലാദിക്കും ഫിൽ അതിയ. അപ്പൊ മക്കളുടെ കാര്യത്തിൽ അവരുടെ ഏതെങ്കിലും പ്രകൃതം കൊണ്ടോ സ്വഭാവം കൊണ്ടോ അല്ലെങ്കിൽ നമ്മളേതായ ഒരു വാക്കിൽ അവരുടെ വികൃതി കൊണ്ടോ കുസൃതി കൊണ്ടോ ആ അർത്ഥത്തിലുള്ള ഒരു വ്യത്യാസം നമ്മൾ കാണിക്കാതിരിക്കാൻ, വന്നു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. നീതിപൂർവ്വം മക്കളുടെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കണം. ഇത് ഖുർആന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് മനസ്സിലാക്കുന്ന ഒരു കാര്യം. അഞ്ചാമത്തെ ഒരു കാര്യം അവസാനമായിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. എങ്ങനെയുള്ള പ്രാർത്ഥന? നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, അവരുടെ പുരോഗതിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. മാതാപിതാക്കളുടെ പ്രാർത്ഥന ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ആ പ്രാർത്ഥനയുടെ സുരക്ഷിത വലയത്തിൽ മക്കൾ ഇങ്ങനെ ജീവിക്കും. എതിരെ പ്രാർത്ഥിക്കരുത്. എതിരെ പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ നോക്കുമ്പോൾ ഒരു ഹദീസ് ഞാൻ കാണാണ്, ലാ തദ്ഉ അലാ അൻഫുസിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞ ഒരു ഹദീസ് എങ്ങനെയാണ്? ലാ തദ്ഉ അലാ അൻഫുസിക്കും വലാ തദ്ഉ അലാ ഔലാദിക്കും വലാ തദ്ഉ അലാ അംവാലിക്കും. നിങ്ങൾ നിങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കരുത്. സ്വയം ശപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഞാൻ നശിച്ച് പണ്ടാറടങ്ങി പോട്ടെ, ഞാൻ തീർന്നു പോട്ടെ, അങ്ങനെ പ്രാർത്ഥിക്കരുത്. അതുപോലെ തന്നെ വലാ തദ്ഉ അലാ ഔലാദിക്കും, നിങ്ങളുടെ മക്കൾക്കെതിരെ നിങ്ങൾ പ്രാർത്ഥിക്കരുത്. മക്കളെ ശപിക്കരുത്, മക്കൾക്കെതിരെ പ്രാർത്ഥിക്കരുത്. നശിച്ചു പോട്ടെ, പണ്ടാറടങ്ങിപ്പോട്ടെ എന്ന്, അല്ലെങ്കിൽ തീർന്നു പോട്ടെ എന്ന് മക്കൾക്കെതിരെ. ചിലപ്പോൾ ദേഷ്യമൊക്കെ വന്നിട്ടേ അരുത്, മക്കൾക്ക് എതിരെ പ്രാർത്ഥിക്കരുത്. മറിച്ച് മക്കൾക്ക് അനുകൂലമായിട്ട് പ്രാർത്ഥിക്കണം. മക്കൾക്ക് അനുകൂലമായിട്ട് പ്രാർത്ഥിക്കണം. പടച്ചവനെ എന്റെ മക്കളെ നന്നാക്കി തരണേ എന്നാണ് ഒന്നാമത്തെ പ്രാർത്ഥന. വഅസ്ലിഹ് ലി ഫീ ദുർരിയ്യതി, മക്കളെ നന്നാക്കി തരണേ റബ്ബേ. മക്കളെ കൊണ്ട് കണ്ണിന് കുളിർമ നൽകണേ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. അതാണല്ലോ വിശ്വാസികളുടെ പ്രാർത്ഥന നമ്മൾ മുമ്പ് പറഞ്ഞത്. പടച്ചവനെ മക്കളെ കൊണ്ട് കണ്ണിന് കുളിർമ നൽകണം. മകന്റെ വളർച്ച കണ്ട്, അവനെക്കുറിച്ച് കേട്ട്, അവന്റെ പ്രവർത്തനങ്ങൾ കണ്ട്, അവന്റെ ദീനിയായിട്ടുള്ള അവന്റെ സ്വഭാവം, അവന്റെ പെരുമാറ്റം, അവന്റെ നിലപാട്, അവന്റെ ജീവിത സാഹചര്യങ്ങൾ ചുറ്റും ഇതൊക്കെ കണ്ടിട്ട് എന്റെ കണ്ണിനും മനസ്സിനും കുളിർമ നൽകണേ റബ്ബേ എന്ന് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നിരാശപ്പെടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അവസാന നിമിഷം വരെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഈ പറഞ്ഞതിലൊക്കെ വിരുദ്ധമായ അവസ്ഥകൾ ഉണ്ടാവേ. മക്കളെന്ന് പറഞ്ഞാലേ ഇങ്ങനെയൊക്കെ പല ഇങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ നിരാശപ്പെടരുത്. പ്രതീക്ഷാപൂർവം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പാലിച്ച് പൂർത്തീകരിച്ച് മക്കളോടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളിങ്ങനെ ഇടപെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും പ്രതീക്ഷാപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാം. അപ്പൊ ആ മക്കള് ഞാൻ പറഞ്ഞ പോലെ ദുനിയാവിലും നമുക്ക് ഉപകാരപ്പെടുന്ന മക്കളാകും, പരലോകത്തും നമുക്ക് ഉപകാരപ്പെടുന്ന മക്കളായിട്ട് മാറും. നമ്മുടെ പ്രതീക്ഷകൾ പുലരും. അപ്പൊ ഇത് നമ്മുടെ കുടുംബത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പരിഗണന ഈ വിഷയത്തിൽ കൊടുക്കണം. അമാനത്താണെന്നുള്ള ഓർമ്മ വേണം. അമാനത്തെന്ന റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ ഏൽപ്പിച്ചതാ. ഈ അമാനത്തിനെ കുറിച്ച് നാളെ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ ഉത്തരം പറയേണ്ടി വരും എന്ന ബോധവും ഉണ്ടായിരിക്കണം. അങ്ങനെ നമുക്ക് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ സാധിച്ചാൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മുടെ മക്കളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇരു ലോകത്തും അവരെ വിജയിപ്പിക്കട്ടെ. അവരുടെ കാര്യത്തിൽ അഭിമാനം കൊള്ളാൻ രണ്ട് ലോകത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل على محمد وعلى آل محمد
അയ്യുഹൽ മുഅ്മിനൂന ഉസീകും ഇബാദല്ലാഹി വഇയ്യായ ഫനിയും ബിത്തഖ്വല്ലാഹ്. അള്ളാഹു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനോടും തഖ്വയോടും കൂടി ജീവിച്ച് അങ്ങനെ മരിക്കാൻ, മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളുമായിട്ട് മരിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ തുണക്കട്ടെ. നമുക്ക് പ്രാർത്ഥന കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് പലരും. 2-3 പേര് പറയേണ്ടതില്ല. ചില പ്രയാസങ്ങൾ, വലിയ അസുഖങ്ങളും പ്രയാസങ്ങളുമായിട്ട് ചില ആളുകൾ നമ്മുടെ മഹലിൽ തന്നെ ഉണ്ട്. പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് ആശ്വാസം നൽകുമാറാകട്ടെ, ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വേറെ നമ്മളോട് പ്രത്യേകം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടത് ആരാന്ന് വെച്ചാൽ, ശാന്തപുരം നോർത്ത് നെച്ചിപ്പറമ്പിൽ താമസിക്കുന്ന പരിയാണി പാപ്പച്ചന്റെ മകൻ വിജയന്റെ മകനും ഡിഗ്രി വിദ്യാർത്ഥിയുമായ ആനന്ദ് ഹൃദയ സംബന്ധമായ രോഗത്തെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരു സർജറിക്ക് വിധേയമായിരിക്കുകയാണ്. പള്ളികളിൽ പ്രാർത്ഥിക്കണമെന്ന് അവർ നമ്മളോട് പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുക. നമ്മുടെ മഹല്ലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മോന് എത്രയും പെട്ടെന്ന് പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞുപോയ ആളുകളുണ്ട്. നമ്മുടെ തൊട്ടടുത്ത മഹല്ല്, പട്ടിക്കാട് മഹല്ലിലെ ഖാദിയും ഖത്തീബുമായിരുന്ന എന്റെ നാട്ടുകാരനും എനിക്കേറെ പ്രിയപ്പെട്ടവനുമായിരുന്ന അബൂബക്കർ ഫൈസി. അദ്ദേഹം കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞ് നാട്ടിൽ പോയി. ഇന്ന് രാത്രി വീട്ടിൽ ഉറങ്ങിക്കിടക്കവേ നെഞ്ചുവേദന ഉണ്ടായി. പിറ്റേ ദിവസമാകുമ്പോഴേക്കും മരണപ്പെട്ടു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. ധാരാളം സ്ഥലങ്ങളിൽ ദീനീ സേവനം നടത്തിയിട്ടുള്ള ആളാണ്. അതൊക്കെയും റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. വീഴ്ചകളും പോരായ്മകളും റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമാറാകട്ടെ. സ്വർഗത്തിൽ നമ്മളെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടട്ടെ. പിന്നെ ഒരു സഹോദരൻ, എന്റെ 2 സഹപ്രവർത്തകർ കുവൈത്തിലുണ്ടായിരുന്നപ്പോൾ ഒരു നാട്ടിലുണ്ട്. അതുപോലെ പലർക്കും ഒരുപക്ഷെ ഇവിടെ തന്നെ പരിചയമുള്ളവരാണ്. CT അമീർ എന്ന് പറയുന്ന ഒരു മാന്യ സഹോദരൻ, നമ്മുടെ സഹോദരങ്ങളുടെ പിതാവ്. അദ്ദേഹം വലിയ ദീനീ സേവന രംഗത്ത് വലിയ സംഭാവനകൾ അർപ്പിച്ച ആളാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് വായിച്ചിട്ടുണ്ടാകും. അദ്ദേഹം പെട്ടെന്ന് ഈ പറഞ്ഞതുപോലെ രാത്രി ഉറങ്ങാൻ കിടന്ന് അങ്ങനെ അങ്ങ് അള്ളാഹുവിലേക്ക് യാത്രയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനും മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അതുപോലെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞുപോയവർ ആരൊക്കെയുണ്ടോ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ നന്മകളൊക്കെ സ്വീകരിക്കട്ടെ. വീഴ്ചകളും പോരായ്മകളും തെറ്റുകളും കുറ്റങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം അള്ളാഹു നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് വിഷമിക്കുന്ന എല്ലാവർക്കും, ചെറുതും വലുതുമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും നാഥൻ ശിഫയും ആശ്വാസവും നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأوانا ومأواهم. اللهم أجرنا من النار. اللهم أجرنا ووالدينا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله على محمد وآله وصحبه وسلم.